السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ഇന്ന് സൂറ യാസീൻ 6-ാം ഭാഗമാണ്. 6-ാം ഭാഗം എന്ന് പറയുമ്പോൾ 26 മുതൽ 30 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ആദ്യം ആയത്തുകൾ ഒന്ന് ഓതി നോക്കാം. അതിനുശേഷം ഓരോ ആയത്തുകളും പരിശോധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون. ആദ്യ ആയത്ത് قيل ادخل الجنة قال يا ليت قومي يعلمون. ആദ്യം അക്ഷരങ്ങൾ നോക്കാം. ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടാണ്. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ദ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. ഹ തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്നാണ്. ഖീല ദുഖുലിൽ ജന്നത. ജ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഖാല യാ ലൈത. ഖാല നമ്മൾ പറഞ്ഞു. യ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. പക്ഷെ നാവിന്റെ അറ്റത്തിന്റെ താഴ്ഭാഗം ചെറുതായിട്ടൊന്ന് മേലെ മുൻപല്ലിന്റെ പള്ളയിലേക്ക് ചേർന്ന് നിൽക്കും. ഖൗമി ഉവ്വ രണ്ട് ചുണ്ടും വൃത്താകൃതിയിൽ വെച്ചുകൊണ്ടാണ്. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. യഅലമൂൻ യ നമ്മൾ പറഞ്ഞു നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. ഐൻ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ്. ല മ ന ഈ പറയുന്ന അക്ഷരങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതാണ്. ഇനി ഇതിൽ തജ്വീദിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഖീല ദുഖുലിൽ ജന്നത. ഇവിടെ ജെ എന്ന് ഉച്ചരിച്ചു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അത്തരത്തിൽ ഉച്ചരിച്ചു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ജ എന്ന് തന്നെ ഉച്ചരിക്കണം. ഖീല ദുഖുലിൽ ജന്നത. ന ഷദ് വന്നു, മണിക്കണം. ഖാല യാ ലൈത. ഖാല യാ ലൈത ഇവിടെയും ലൈത എന്നായി പോകാനുള്ള സാധ്യതയുണ്ട്. അതൊരിക്കലും വരാതെ ശ്രദ്ധിക്കണം. ഖാല യാ ലൈത ഖൗമി. ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ഇവിടെയും യ എന്ന് ഉച്ചരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഖീല ദുഖുലിൽ ജന്നത ഖാല യാ ലൈത ഖൗമി യഅലമൂൻ بما غفر لي ربي وجعلني من المكرمين. ബിമ ബ രണ്ട് ചുണ്ടിൽ നിന്നാണ്. പക്ഷെ മേലെ ചുണ്ട് അല്പം പുറത്തേക്കും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്കും ചേർന്ന് നിൽക്കും. ഗ തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്നാണ്. അവിടെ ഗ ങ
എന്നീ രണ്ടക്ഷരങ്ങളല്ലാതെ ഗ എന്ന് തന്നെ പ്രത്യേകം ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. ഗോഫ ഫ മേലെ ചുണ്ടിന്റെ താഴ്ഭാഗം, മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിൽ വെച്ചിട്ടാണ്. റ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ വെച്ചുകൊണ്ടാണ്. വ രണ്ട് ചുണ്ടും വൃത്താകൃതിയിൽ വെക്കണം. ജ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. ഐൻ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ്. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. മിനൽ മുക്രമീൻ ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിൽ. നാവിന്റെ ആരംഭം എന്ന് പറയുമ്പോൾ കാഫ് അതിനും നാവിന്റെ ആരംഭമാണ്. കാഫിന്റെ ഉച്ചാരണ സ്ഥാനത്തിന് അല്പം മുന്നിൽ നിന്നാണ് ക ഉച്ചാരണം വരുന്നത്. റ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഇവിടെ ബിമാ ഗഫറലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ഇവിടെ എല്ലാ റായും എന്താണ്? തഫ്ഖീമാണ്. അതുകൊണ്ട് തന്നെ കനപ്പിച്ചാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് തജ്വീദിന്റെ നിയമങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ബിമാ ഗഫറലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. വജഅലനി എന്ന് ഉച്ചരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ആയത്ത് وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين. ഇവിടെ ആദ്യം അക്ഷരങ്ങൾ പറയാം. വ ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ടാണ്. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. അ തൊണ്ടയുടെ താഴ്ഭാഗമാണ്. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. സ നാവിന്റെ കൂർത്ത അറ്റത്തിന്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ടും അത്തരത്തിലുള്ള ഒരു ഉച്ചാരണമാണ് സ എന്ന് പറയുന്നത്. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. മിംബഅദിഹി മിൻ ജുന്ദിൻ അലാ ഖൗമിഹി. ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ്. ഖ നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. മിംബഅദിഹി മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. പ മേലെ ചുണ്ട് അല്പം പുറത്തേക്കും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്കുമായി രണ്ട് ചുണ്ടിൽ നിന്നുമാണ് ബ വരുന്നത്. ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ്. ദ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. ഇനി മിൻജുന്ദിൻ ജ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. മിനസ്സമാഇ സ നാവിന്റെ കൂർത്ത അറ്റത്തിന്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ടും നാവിന്റെ ആ ഒരു കൂർത്ത അറ്റം ചെറുതായിട്ട് താഴെ മുൻപല്ലിന്റെ പള്ളയിൽ സ്പർശിക്കുകയും ചെയ്യും. മിനസ്സമാഇ അ തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്നാണ്. വമാ കുന്ന മുൻസിലീൻ വ ചുണ്ട് വൃത്താകൃതിയിൽ മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. കുന്ന ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. പക്ഷെ ക എന്നുള്ള ഉച്ചാരണത്തിന്റെ അല്പം കൂടി മുന്നിൽ നിന്നാണ് ക വരുന്നത്. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. മുൻസിലീൻ സ നാവിന്റെ കൂർത്ത അറ്റത്തിന്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിലായിട്ട് പിന്നിലായിട്ട് നിൽക്കും. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഇവിടെ തജ്വീദിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين. وما أنزلنا ഒരു പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരവും അടുത്ത പദത്തിന്റെ ആദ്യത്തിൽ ഹംസും വന്നു ഒരുപാട് തവണ ആവർത്തിച്ചു വരുന്നതാണ്. മദ് മുൻഫസിൽ എന്നാണ് പറയുന്നത്. നിർബന്ധമായും നീട്ടേണ്ടതില്ലെങ്കിലും നന്നായി നീട്ടി ഓതുന്നത് തന്നെയാണ് നല്ലത്. അൻസൽന സുക്കൂനുള്ള നൂനിന് ശേഷം സ വന്നു. ഇഖ്ഫ ആണ്. നൂനിനെ അവ്യക്തമാക്കി അൻസൽന എന്ന് ഓതുന്നതിന് പകരം അൻസൽന അവ്യക്തമാക്കി മണിച്ച് ഉച്ചരിക്കണം. അല ഖൗമിഹി അല ഖൗമിഹി. ഇവിടെ ഖൗമിഹി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു യാ പോലെ ഒരു ചിഹ്നം കാണും. അത് ഖൗമിഹി ഒന്ന് കുറച്ചൊന്ന് നീട്ടണം. അല ഖൗമിഹി അല്ലാതെ അല ഖൗമിഹി മിൻ ബഅദിഹി എന്ന് പറയരുത്. അല ഖൗമിഹി മിൻ ബഅദിഹി ഇവിടെയും കണ്ടില്ലേ
ആ തരത്തിൽ അതൊരു നിയമമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട. അതങ്ങനെ തന്നെ അങ്ങ് ഓതി പഠിച്ചാൽ മതി. അലാ ഖൗമിഹി മിൻ ബഅദിഹി. മിൻ ബഅദിഹി സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വന്നു. ഇഖ്ലാബാണ്. നൂനിനെ നമ്മൾ മീമാക്കിയിട്ട് മറിച്ച് മണിക്കും. അപ്പൊ നൂനിനെ മീമാക്കുന്നത് കൊണ്ടാണ് അവിടെ ഒരു മീം ഇട്ട് കൊടുത്തിരിക്കുന്നത്. മിൻ ബഅദിഹി. ഇനി മിൻ ജുന്ദിൻ. സുക്കൂനുള്ള നൂനിന് ശേഷം ജ, സുക്കൂനുള്ള നൂനിന് ശേഷം ദ. ഇത് രണ്ടും ഇഖ്ഫ ആണ്. നൂനിനെ അവ്യക്തമാക്കി തന്നെ ഉച്ചരിക്കണം. മിൻ ജുന്ദിൻ. മിൻ ജുന്ദിൻ എന്ന് പറയുന്നതിന് പകരം മിൻ ജുന്ദിൻ. ഇനി തൻവീന് ശേഷം മാ വന്നു. ഈ ഇദ്ഗാമുൻ ബിഗുന്നയാണ്. മിൻ ജുന്ദിൻ മിനസ്സമായി. അപ്പൊ ഇദ്ഗാമും ബിഗുന്നയാണ്. തൻവീനിനെ അല്ലെങ്കിൽ നൂനിനെ നമ്മൾ എന്ത് ചെയ്യും? നേരെ ശേഷമുള്ള മീമിലേക്ക് ചേർത്തോതും മണിച്ചുച്ചരിക്കുകയും ചെയ്യും. മിനസ്സമായി. ഒരേ പദത്തിൽ മദ്ദക്ഷരവും ഹംസും വന്നു. മദ് മുത്തസിലാണ്. നിർബന്ധമായും നീട്ടണം. മിനസ്സമായി വമാ കുന്ന. വമാ കുന്ന. നൂനിന് ശബ്ദ് വന്നു. മണിച്ചുച്ചരിക്കണം. മുൻസിലീൻ. സുക്കൂനുള്ള നൂനിന് ശേഷം സ വന്നു. ഇഖ്ഫ ആണ്. നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിച്ചുകൊണ്ട് മണിക്കണം. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون. അക്ഷരങ്ങൾ നോക്കാം. അ തൊണ്ടയുടെ താഴ്ഭാഗമാണ്. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. പക്ഷേ ക ഉച്ചരിക്കുന്നത് പോലെയല്ല, അതിനേക്കാൾ അല്പം മുന്നിൽ നിന്നുകൊണ്ടാണ് ക ഉച്ചരിക്കുന്നത്. ക്യാനത്ത്. ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. പക്ഷെ നാവിന്റെ അറ്റത്തിന്റെ താഴ്ഭാഗം ചെറുതായിട്ടൊന്ന് മുൻപല്ലിന്റെ പള്ളിയിലേക്ക് ചേർന്ന് നിൽക്കും. ഇല്ല. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. സ്വൈഹത്തൻ നാവിന്റെ കൂർത്ത അറ്റത്തിന്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ടും നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയർന്നു നിൽക്കുകയും ചെയ്യും. ജ പോലെ മേലെ അണ്ണാക്കിൽ സ്പർശിക്കില്ല, അതിന്റെ തൊട്ട് താഴെ നിൽക്കും. സ്വൈഹത്തൻ. യ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. ഹ തൊണ്ടയുടെ മധ്യഭാഗത്താണ്. വാഹിദതൻ. വ ചുണ്ട് വൃത്താകൃതിയിൽ. ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ്. ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. ത അതും നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. പക്ഷേ നാവിന്റെ അറ്റത്തിന്റെ താഴ്ഭാഗം ചെറുതായിട്ടൊന്ന് മുൻപല്ലിലേക്ക് ചേർന്ന് നിൽക്കും. വാഹിദതൻ ഫഇദ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിലാണ്. ഫഇദ അ തൊണ്ടയുടെ താഴ്ഭാഗം. ദ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്താണ്. ഹ തൊണ്ടയുടെ താഴ്ഭാഗം. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ഖാമിദൂൻ. ഹ തൊണ്ടയുടെ മുകൾ ഭാഗമാണ്. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ദ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. അക്ഷരങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദതൻ ഫഇദാ ഹും ഖാമിദൂൻ. ഇൻ കാനത് ഇവിടെ ഇഖ്ഫ ആണ്. സുക്കൂനുള്ള നൂനിന് ശേഷം ക വന്നു. നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിക്കണം. ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദതൻ. സ്വൈഹതൻ വാഹിദതൻ. സ്വൈഹത്തൻ തൻവീന് ശേഷം വാ വന്നു. ഇദ്ഗാമുൻ ബിഗുന്നയാണ്. ആ തൻവീനിന് ശേഷമുള്ള മീമിലേക്ക് ചേർത്ത് നമ്മൾ എന്ത് ചെയ്യും? മണിച്ചുകൊണ്ട് വെച്ചിരിക്കും. സ്വൈഹതൻ വാഹിദതൻ ഫഇദ. വാഹിദതൻ ഫ. അവിടെ തൻവീന് ശേഷം ഫ വന്നു. ഇഖ്ഫ ആണ്. അവിടെ ആ ഒരു തൻവീനെ അവ്യക്തമാക്കി വാഹിദത്തൻ എന്ന് പറയാതെ വാഹിദതൻ ഫഇദാ ഹും ഖാമിദൂൻ. പിന്നെ എല്ലാ സൂറത്തിന്റെയും എല്ലാ ആയത്തിന്റെയും അവസാനത്തിലുള്ളതുപോലെ മദ് ആരിദ് കഴിഞ്ഞ ആയത്തുകളിലൊക്കെ ഉണ്ട്. ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദതൻ ഫഇദാ ഹും ഖാമിദൂൻ.
അവസാന ആയത്ത് യാ ഹസ്റതൻ അലൽ ഇബാദ് മാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ഇപ്പൊ ഇവിടെ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. ഹ തൊണ്ടയുടെ മധ്യഭാഗത്താണ്. സ നാവിന്റെ കൂർത്ത അറ്റത്തിന്റെ മുകൾ ഭാഗം 2 വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായി വെച്ചുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ നാവിന്റെ ആ ഒരു കൂർത്തറ്റം ചെറുതായി താഴെ മുൻപല്ലിന്റെ പള്ളയിലേക്കൊന്ന് ചേർന്ന് നിൽക്കും. നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. ചെറുതായിട്ട് മുൻപല്ലിന്റെ പള്ളയിലേക്ക് നാവിന്റെ അറ്റത്തിന്റെ താഴ്ഭാഗം ഒന്ന് ചേർന്ന് നിൽക്കും. അലൽ ഇബാദ് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ്. ഇല്ല, നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഐൻ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ്. രണ്ട് ചുണ്ടിൽ നിന്നാണ്. മേലെ ചുണ്ട് അല്പം പുറത്തേക്കും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്കും കയറി നിൽക്കും. തീഹിം രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. ചെറുതായിട്ട് അറ്റത്തിന്റെ താഴ്ഭാഗം ഒന്ന് മുൻപല്ലിന്റെ പള്ളയിലേക്ക് ചേർന്ന് നിൽക്കും. യഅ്തിഹിം മിർ റസൂലിൻ. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നാവിന്റെ കൂർത്തറ്റത്തിന്റെ മുകൾ ഭാഗം 2 വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ടും നാവിന്റെ അറ്റം ചെറുതായി താഴെ മുൻപല്ലിന്റെ പള്ളയിലേക്ക് ചേർന്ന് നിൽക്കുകയും ചെയ്യും. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ബിഹി നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. പക്ഷെ ക എന്നുള്ള ഉച്ചാരണത്തെക്കാൾ അല്പം മുന്നിലാണ്. യസ്തഹ്സിഊൻ. തൊണ്ടയുടെ മധ്യഭാഗം നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. നാവിന്റെ കൂർത്ത അറ്റത്തിന്റെ മുകൾ ഭാഗം 2 വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ടും നാവിന്റെ കൂർത്ത അറ്റം ചെറുതായി താഴെ മുൻപല്ലിന്റെ പള്ളയിൽ സ്പർശിക്കുകയും ചെയ്യും. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. ചെറുതായി നാവിന്റെ അറ്റത്തിന്റെ താഴ്ഭാഗം മുൻപല്ലിന്റെ പള്ളയിലേക്ക് ഒന്ന് ചേർന്ന് നിൽക്കും. തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നാണ്. നാവിന്റെ കൂർത്ത അറ്റത്തിന്റെ ആ ഒരു മുകൾ ഭാഗം 2 വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് നിൽക്കും. യസ്തഹ്സിഊൻ. തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ സ്പർശിച്ചുകൊണ്ടാണ്. യാ ഹസ്റതൻ അലൽ ഇബാദി മാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. യാ ഹസ്റതൻ. ഹസ്റതൻ അല തൻവീന് ശേഷം ഐൻ വന്നു. ഇദ്ഹാറാണ്, വ്യക്തമായി ഉച്ചരിക്കണം. അലൽ ഇബാദ് മാ യഅതിഹിം. ഇവിടെ യഅതിഹിം എന്ന് ഉച്ചരിക്കാനുള്ള ഒരു പ്രവണത കാണിക്കും. അത് തെറ്റാണ്. മാ യഅതിഹിം എന്ന് തന്നെ ഉച്ചരിക്കുക. മാ യഅതിഹിം മിർ റസൂലിൻ. യഅതിഹിം മിൻ. അവിടെ എന്താണ്? സുക്കൂനുള്ള മീമിന് ശേഷം മീമു വന്നു. നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, അത് ഇദ്ഗാമാണ്, മണിച്ചുച്ചരിക്കണം. യഅതീഹിം മിൻ റസൂലിൻ. മിൻ റസൂലിൻ എന്ന് പറയുമ്പോൾ സുക്കൂനുള്ള നൂനിന് ശേഷം നൂനിന് ശേഷം ലാം ഈ 2 അക്ഷരങ്ങൾ വന്നാൽ മണിക്കാതെ ചേർത്തോതണം. മിൻ റസൂലിൻ. മിൻ റസൂലിൻ എന്ന് പറയാതെ മിർ റസൂലിൻ. അപ്പോൾ അവിടെ മിറ ആയി പോകരുത്. മിറ എന്ന് പറയുമ്പം അവിടെ ഒരു നൂനുണ്ട് എന്നൊന്ന് തോന്നിക്കണം. മിറ അവിടെ നൂനുണ്ട് എന്ന് ചെറുതായിട്ടൊന്ന് തോന്നിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഉച്ചരിക്കണം. മിർ റസൂലിൻ ഇല്ല. മിർ റസൂലിൻ ഇല്ല. അവിടെ തൻവീന് ശേഷം വന്നു. ഇദ്ഹാറാണ്, വ്യക്തമായി പറയണം. ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ഇവിടെ എന്ന് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ആയി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. യാ ഹസ്റതൻ അലൽ ഇബാദി മാ യഅതീഹിം. യാ ഹസ്റതൻ അലൽ ഇബാദി മാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. 5 ആയത്തുകൾ ഒന്നുകൂടി ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون إن شاء الله ബാക്കിയുള്ള ആയത്തുകൾ അടുത്ത ക്ലാസ്സിൽ പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഖുർആൻ പാരായണം പഠിക്കാനും അതനുസരിച്ച് ഖുർആൻ ഓതാനും തൗഫീഖ് നൽകട്ടെ. അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.